വന്ദനാദാസ് കൊലക്കേസിൽ ശിക്ഷാവിധി ശനിയാഴ്ച ഉണ്ടാകും. കേസ് പരിഗണിച്ച കോടതി വിധി പറയാനായി കേസ് മാറ്റുകയായിരുന്നു. വന്ദനയുടെ അച്ഛനും അമ്മയും കോടതിയിൽ പൊട്ടിക്കരഞ്ഞു. വന്ദന നേരിട്ടത് അതിക്രൂരമായ അതിക്രമമാണ്. അത് പറഞ്ഞാണ് ഇരുവരും പൊട്ടിക്കരഞ്ഞത്. കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറയുന്നത്. ചെയ്തത് എന്തെന്ന് തനിക്കറിയില്ലായിരുന്നു എന്നാണ് പ്രതി സന്ദീപ് കോടതിയിൽ വാദിക്കുന്നത്. ചെയ്തതിന് പ്രായശ്ചിത്തം ചെയ്യാമെന്നും സന്ദീപ് കോടതിയിൽ പറഞ്ഞു. കേസുകളുടെ ചരിത്രത്തിൽ തന്നെ ചികിത്സിക്കുന്ന അല്ലെങ്കിൽ തന്നെ ചികിത്സിച്ചുകൊണ്ടിരുന്ന ഡോക്ടറെ കോടതിയിൽ വെച്ച് ഹോസ്പിറ്റലിൽ വെച്ച് ക്രൂരമായി കൊലപ്പെടുത്തിയ ഒരു സംഗതി അപൂർവങ്ങളിൽ അപൂർവമായ കേസുകളുടെ പരിധിയിൽ പെടുന്നതാണെന്നും ഈ കേസിൽ മുറിവേൽപ്പിക്കുകയോ അല്ലെങ്കിൽ പരിക്കേൽപ്പിക്കുകയോ ചെയ്തിട്ടുള്ള എല്ലാ ആളുകളും പ്രതിയെ സഹായിക്കുവാനായി ആ സ്ഥലത്ത് എത്തിയവരാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് അപൂർവങ്ങളിൽ അപൂർവമായ കേസുകളുടെ പരിധിയിൽ ആണെന്നുള്ളത് കൊണ്ട് തന്നെ പരമാവധി ശിക്ഷ പ്രതിക്ക് നൽകണം എന്നുള്ള വാദമാണ് പ്രോസിക്യൂഷൻ ഉയർത്തിയത്. കണ്ണൻ നായർ നമുക്ക് വിവരങ്ങളുമായുണ്ട്. കണ്ണൻ, ഈ പറഞ്ഞത് ശരിയാണ്. അപൂർവങ്ങളിൽ അപൂർവമായി നമുക്ക് കാണേണ്ടി വരും. ഇപ്പോൾ ആ ഡോക്ടർ പരിചരിക്കാനെത്തിയ ഡോക്ടറാണ്. ഒരു തരത്തിലും ജീവന് ഇപ്പോൾ മറ്റൊരാളെ പോലെയല്ല, തൊട്ട് സമീപത്തേക്കുന്ന ഒരു യാത്രക്കാരനെ പോലെയുമല്ല. ഒരു ഡോക്ടർ പരിചരിക്കാൻ ഡോക്ടർ അത് ജീവൻ രക്ഷിക്കാൻ വന്ന ഒരാളുടെ ജീവൻ എടുക്കുകയാണ്. ഒപ്പമുണ്ടായിരുന്ന ആളുകളും ഒക്കെ ആ നിലയിലുള്ള ആളുകളാണ്. അപ്പോൾ ഇത് അപൂർവങ്ങളിൽ അപൂർവം എന്ന നിലയിൽ കോടതി കാണുമെന്നാണോ? ഈ ശിക്ഷാവിധി ശനിയാഴ്ച ഉണ്ടാകുമ്പോൾ പ്രോസിക്യൂഷൻ ആത്മവിശ്വാസം എങ്ങനെയാണ്? അപ്പോൾ ഇന്ന് കോടതിയിൽ അമ്മയും അച്ഛനും ഒക്കെ പൊട്ടിക്കരഞ്ഞല്ലോ. വളരെ വൈകാരികമായിട്ടുള്ള രംഗങ്ങളാണ് ഇന്ന് കോടതിയിൽ ഉണ്ടായത്. ഇന്ന് അമ്മയും അച്ഛനും എല്ലാ ദിവസവും അമ്മയും അച്ഛനും എത്തുന്നുണ്ട്. ഇന്ന് അമ്മയും അച്ഛനും ഒരു സൈഡിലിരിക്കുമ്പോൾ ആ ബെഞ്ചിൻ്റെ തന്നെ അങ്ങേയറ്റത്ത് മകളെ കൊലപ്പെടുത്തിയ ആ കൊലയാളിയായിട്ടുള്ള സന്ദീപ് ഇരിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്താണ് പ്രോസിക്യൂട്ടർ പ്രതാപ്ജി പടിക്കൽ അന്ന് ആ ദിവസം പുലർച്ചെ 4:30 ഈ വന്ദനാദാസ് എന്ന് പറയുന്ന യുവ ഡോക്ടർ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ ഏതൊക്കെ തരത്തിലുള്ളതാണെന്ന് വിവരിച്ചത്. അതായത് 23 തവണയാണ് ശരീരത്തിൽ കുത്തി പരിക്കേൽപ്പിച്ചത്. യാതൊരു തരത്തിലുള്ള മുൻവൈരാഗ്യവും ഉണ്ടായിരുന്നില്ല. ആ രോഗിയായിട്ട് വന്നിട്ടുള്ള സന്ദീപിനെ ചികിത്സിക്കുകയായിരുന്നു വന്ദനാദാസ്. ആ സമയത്ത് അതിക്രൂരമായി കുത്തുകയായിരുന്നു. ഒപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ഈ പ്രതിക്കൊപ്പം വന്ന അയാളുടെ ബന്ധുവായിട്ടുള്ള ആൾക്കാരെ അടക്കം കുത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. സ്വന്തം മകൾക്കുണ്ടായ ഒരു ക്രൂരതയെക്കുറിച്ച് വീണ്ടും കോടതിയിൽ ആ പ്രോസിക്യൂട്ടർ പറഞ്ഞ സമയത്താണ് തലയിൽ അടിച്ചുകൊണ്ട് തൻ്റെ മകൾ എത്രത്തോളം ദുരിതം അനുഭവിച്ചല്ലോ എന്നുള്ള ആ ഓർമ്മകൾക്ക് മുന്നിൽ വലിയ രീതിയിൽ കരയുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത്. അതിന് ആ പ്രതി ആദ്യം പറഞ്ഞത് താൻ എന്ത് പ്രായശ്ചിത്തവും ചെയ്യാൻ തയ്യാറാണ്. ഒരു ആളുടെ ജീവനെടുത്ത ശേഷം എന്ത് പ്രായശ്ചിത്തം എന്ന് പറയുന്നതാണ് നമുക്ക് ചിന്തിക്കാൻ സാധിക്കാത്ത കാര്യം. അവിടെ ഉണ്ടായത് അഭിഭാഷകരൊക്കെ തന്നെ പരസ്പര കാര്യങ്ങൾ പറയുന്നുമുണ്ടായിരുന്നു. പ്രതിഭാഗം പറഞ്ഞത് ഇത് മുൻപ് ഒരു തരത്തിലുള്ള കുറ്റങ്ങളും ചെയ്യാത്തയാളാണ്. ഇത് പ്രതിയുടെ ആ സമയത്തുണ്ടായ ഒരു മാനസിക പ്രശ്നമായി കരുതി പ്രതിക്ക് ശിക്ഷ കുറച്ച് നൽകണം എന്നുള്ളൊരു ആവശ്യമാണ് പ്രധാനമായും ഉന്നയിച്ചത്. മാത്രമല്ല ഈ പ്രതി ഒരു അധ്യാപകനാണ്. കുട്ടികൾക്ക് ഏറെ ഇഷ്ടമുള്ള അധ്യാപകനായിരുന്നു പ്രതി. അങ്ങനെയുള്ള ഒരു വ്യക്തിയെ ഒരു കാരണവശാലും വലിയ ശിക്ഷയിലേക്ക് കൊണ്ടുപോകരുതെന്നുള്ളതാണ് പ്രതിഭാഗം ബാധിച്ചത്. ആ സമയത്ത് വാദിഭാഗം പ്രോസിക്യൂഷൻ പറഞ്ഞത് മാതാപിതാ ഗുരു ദൈവം എന്നുള്ളതാണ് സാധാരണ പറയാറുള്ളത്. അങ്ങനെ മാതാവിനും പിതാവിനും തുല്യനായിട്ടുള്ള ഒരു ഗുരുവായിട്ടുള്ള ഒരു മനുഷ്യനാണ് ഇത്തരത്തിലുള്ള ക്രൂരത ചെയ്ത് അധ്യാപകനായിരുന്നു പ്രതി സന്ദീപ്. ആ ഒരു വ്യക്തി ഇത്തരത്തിലുള്ള ക്രൂരത ഉണ്ടായപ്പോൾ അയാൾക്ക് പരമാവധി ശിക്ഷ നൽകണം എന്നുള്ളൊരു ആവശ്യം തന്നെയാണ് ഇന്ന് കോടതിയിൽ ഉണ്ടായത്. 21-ാം തീയതിയാണ് കോടതി വിധി പറയാൻ തീരുമാനിച്ചിട്ടുള്ളത്. പക്ഷേ അതിലൊരു പ്രശ്നമുണ്ട്. 21-ാം തീയതിയാണ് പെരുന്നാൾ വരുന്നതെങ്കിൽ, ചെറിയ പെരുന്നാൾ വരുന്നതെങ്കിൽ അത് 23-ാം തീയതിക്ക് മാറാനുള്ള സാധ്യതയേറെയാണ്. എന്തായാലും ശനിയാഴ്ചയാണ് ശിക്ഷാവിധി ഉണ്ടാവുക. കേരളത്തെ നടുക്കിയ ഒരു സംഭവമായിരുന്നു. ഡോക്ടറെ ആശുപത്രിയിൽ വെച്ച് കുത്തി കൊലപ്പെടുത്തിയ ഈ സംഭവം. അതിൽ ശിക്ഷാവിധി പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്.